ഇന്നധികം തിരക്കൊന്നുമില്ലെന്നാ തോന്നുന്നത്. നീ മര്യാദയ്ക്ക് വരുന്നോ അതോ വീക്ക് പിടിക്കുന്നോ? അതിനി എന്നടാ സോമ്പേരി? ഈ ഇക്കോടെ പോയി പോരങ്ങൻ. മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. എടാ ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും? എന്തിനാ? അല്ല, വല്ല ചുളുവലിക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ചാ. മാർത്താണ്ഡവർമ്മയുടെ കിരീടം ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ, ഒരു സ്റ്റൈലിന്. നല്ല രസമായിരിക്കും അല്ലേ? Excuse me, young gentleman. Yes, gentleman. What is this? This is Martandavarma's crown. Who is he? Sorry, I don't know, sir. This fellow knows everything. What is your name? എന്റെ പേരെന്താ ചോദിച്ചു? മനസ്സിലായി, ഡാനി. Oh, Danny. Very nice to meet you. He belongs to Martandavarma's family. Oh, really? You from royal family? Yes, yes. Oh, royal blood. എന്തോ? Who is this Marthandavarma? മാർത്താണ്ഡവർമ്മ. He's a king. He's the king? No, 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 no. Past tense വരുമ്പോ was a king. Yeah, yeah. Which was his kingdom? Kingdom. Kingdom. Kingdom? Yeah, yeah. അതാണ്, ഇതാണ് കിങ്ഡം. This kingdom? You useless fellow.
എവിടെ വാ. Once more, uncle. You want once more? Om Reem Dalam Blam. Hi. എവിടെ പോയി? Once more, uncle. Please. Once more. Uncle, uncle, No. uncle, please, uncle. No. Once more, uncle. No. Uncle, uncle, No. uncle, please, No. uncle. Once more, uncle. മോന്റെ പേരെന്താ? ഇക്രു. ഇക്രു. നൈസ്. അങ്കിളുടെ പേരെന്താ? മാജിക് അങ്കിൾ. മാജിക് അങ്കിളോ? ആ. എടാ, അയ്യോ, ഇവിടെ വാ. ലോതറ്. വാടാ ഇവിടെ. ഹലോ ലോദർ. വരാനാ പറഞ്ഞത്. എന്ത് പറ്റിയേട്ടാ? ബ്രേക്ക് അടിച്ചു. എന്ത് പറ്റിടാ? ബ്രേക്ക് അടിക്കുന്നു. ആ, നീ കടിയൊക്കെ മാറ്റിട്ട് അങ്ങ് വന്നാ മതി. ഓടാ ഓടാ. കാലം പോയി. ഓ. കരയല്ല, കരയല്ല. കരയല്ല, കരയല്ല. ആ. നിക്കാ. അവിടെ നിക്കാ. അയ്യോ, എടാ കുരുത്തം കെട്ടവനെ, എന്തോ ഈ സൈക്കിളൊക്കെ അറ്റം കുറയ്ക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പലതവണ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നീ ഇനി പറഞ്ഞ അനുസരിക്കാവോ? ഒന്ന് വിടമ്മച്ചി. വിടത്തില്ല നിന്നെ ഞാൻ. എടാ കുരുത്തം കെട്ടവൻ എങ്ങനെ ഉണ്ട് ഒരു അണിസത്യ പ്രസംഗം? ഓ, എന്നെ ഒന്ന് വിടാൻ പറ മുത്തശ്ശ. അയ്യോ, എടി മേരി, എന്നെ ഒന്ന് അവനെ വിടാൻ പറ വിടാൻ. മുത്തശ്ശ. എടി അവനെ വിടാൻ. ആ, അടിച്ചു തന്നെ ഞാൻ. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി ശംഖുവിന്റെ സൈക്കിളാ ഇക്രു കേറിയത്. ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ പറഞ്ഞത്. അതൊക്കെ പോട്ടെ. ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ആഷ് കളർ. ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ. സൈക്കിളിൽ നിന്ന് തല്ലി അലിച്ച് വീഴുന്നിടയ്ക്ക് ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം. എടാ നീ ഇനി ഞാൻ മേടിക്കും. മുത്തശ്ശനോടല്ലേ പറഞ്ഞത്. അടി കൊള്ളു നീ. അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്. ആ, നിങ്ങളുടെയൊക്കെ മട്ടും മധുരം കണ്ട കിരീടം മൂട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ. ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ അവരെന്ത് വിളിച്ചു? നീ എങ്ങോട്ടാ? കളിക്കാൻ. വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലം വെച്ചോണ്ടാ കളിക്കാൻ പോണത്. വീട്ടിൽ പോടാ. ടെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം. അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസം ഉണ്ടോ? ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പ് കിടന്ന് ഉറങ്ങാം. ഡാനി, നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. നിർത്തടാ.
കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ അന്ന് എന്തെങ്കിലും ഒരു പുലിവാലുണ്ടാവും. തല്ല് വരുമ്പോ അത് നിൽക്കിട്ട് പിരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആയിരുന്നോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കൊള്ള കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പൊ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അത് നടപ്പില്ല. ഛെ, ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം? ഇക്രമോൻ എന്താ പറയുന്നേ? വെള്ളക്കുതിര. ജീപ്പ് ജീപ്പ്. ജീപ്പോ? ആ ജീപ്പ്. ആ ജീപ്പ് കണ്ട എനിക്കറിയാം. ജീപ്പ് ജീപ്പ് എനിക്കറിയാ. എങ്ങനെ പറ ഇക്രമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. ദേ മുറി കൂടി. പറയടാ കുട്ടാ. പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ ഇക്രമോൻ, പറ. പറയടാ കുട്ടാ. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ളക്കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞത്.